ജാക്ക് സ്പാരോ അതല്ലെങ്കിൽ ജോണി ഡെപ്പ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിന്നും എല്ലാം നേടിയവന്റെ കഥ. തന്റെ ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛനും അമ്മയും ഡിവോഴ്സായി പോവുകയാണ്. പിന്നീടുള്ള ജീവിതം തീർത്തും മയക്കുമരുന്നിലും മദ്യപാനത്തിലും മുഴുകുകയാണ്. എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ ജോണി ഡെപ്പ് പതിയെ പതിയെ മ്യൂസിക്കിലേക്ക് തിരിയുകയാണ്. എന്നാൽ അതിലും വലിയ പോപ്പുലർ ആവാൻ കഴിയാത്തതുകൊണ്ട് തന്നെ തന്റെ സ്വപ്നം, തന്റെ വിജയം അതിലെല്ലാം മനസ്സിലാക്കിയ ജോണി ഡെപ്പ് അതിൽ നിന്നും പിന്മാറുകയാണ്. തന്റെ കൂട്ടുകാരും തന്റെ വീട്ടുകാരും അച്ഛനും അമ്മയും പോലും പറഞ്ഞു, നിനക്കിനി ഒരു ജീവിതമില്ല, നീ ഇനി നന്നാവില്ല എന്ന് പലരും പറഞ്ഞു കേട്ടു. എന്നാൽ കാലം വീണ്ടും അദ്ദേഹത്തെ പരാജയങ്ങളിലേക്ക് തള്ളിവിട്ടപ്പോൾ കാലത്തെ ഒന്ന് കബളിപ്പിക്കാനായി മറ്റൊരു ദിവസം ജന്മമെടുക്കുകയാണ്. എന്നാൽ കാലത്തിനൊപ്പം അദ്ദേഹം ഫിലിം മേഖലയിലേക്ക് തിരിയുകയാണ്. എന്നാൽ അവിടെ വെച്ചും പലരും പറഞ്ഞു കേട്ടു, തന്തയില്ലാത്തവനെന്ന്. വീയാത്ത കാലുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത മുഖങ്ങളില്ല. ഇവിടേക്ക് കാലം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് പിന്മാറാൻ താല്പര്യമില്ലാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. കാലത്തിന്റെ കടുത്ത പരീക്ഷണത്തിനൊടുവിലും ചുറ്റും നടക്കുന്നവരുടെ കളിയാക്കലിനൊടുവിലും കാലം അടിവരച്ചു. പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന മൂവി ഇറങ്ങിയതോടുകൂടി തന്തയില്ലാത്തവൻ എന്ന ജോണി ഡെപ്പ് ജാക്ക് സ്പാരോ ആയി മാറുകയാണ്. ദിസ് ഈസ് ഹിസ് സ്റ്റോറി, ദ വൺ ആൻഡ് ഓൺലി ജാക്ക് സ്പാരോ.